ഞങ്ങളൊരു 22 പ്രയോറിറ്റി സെക്ടേഴ്സ് ഉണ്ട് ഇൻഡസ്ട്രിയൽ പോളിസിയിൽ. അത് കേരളത്തിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, കേരളത്തിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, നമുക്ക് ഈ ലാൻഡ് ഒരു പ്രശ്നമാണ്. 1.16% ഓഫ് ദ ലാൻഡ് ഓഫ് ദ കൺട്രി. One side belongs to CRZ, other side belongs to Western Gate regulation. In between wet and regulation, 30% of the land is forest land. Now wild animal is demanding more land for their activities. They are entering to cities. ഇതാണ് നമ്മുടെ റിയാലിറ്റി. ഇക്കോളജിക്കലി വെരി സെൻസിറ്റീവ്. ഇപ്പൊ ഞാൻ തമിഴ്നാട് ഇൻഡസ്ട്രീസ് മിനിസ്റ്ററുമായിട്ട് ഞങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പ്, ഞാൻ അദ്ദേഹത്തോട്, നിങ്ങളൊരു 1000 ഏക്കറുള്ള വലിയ മാനുഫാക്ചറിങ് നിങ്ങൾ നടത്തിക്കോ, നിങ്ങളൊരു കാർ ഉണ്ടാക്കിക്കോ. ഇപ്പോഴത്തെ വെഹിക്കിൾ എല്ലാം സോഫ്റ്റ്വെയർ ഡ്രീവൺ വെഹിക്കിൾസ് ആണ്, SDV ആണ്. ഓട്ടോമോട്ടീവ് ടെക്നോളജി ഞങ്ങൾ നൽകാം. നമ്മൾ കേന്ദ്രീകരിക്കുന്നത് നോളേജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ്, ഹൈടെക് മാനുഫാക്ചറിങ്, ഇങ്ങനെ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രി. ഈ ചെറിയ പ്രദേശം ഇന്ന് മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ 24% ടേൺ ഓവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് ഇൻഡസ്ട്രീസിന്റെ 24% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കേരള ബേസ്ഡ് കമ്പനീസ് ആണ്. ഇലക്ട്രോണിക്സ് അതിന്റെ ഭാഗമാണ്, മെഡിക്കൽ ഡിവൈസ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. കാരണം ഇവിടെ കേന്ദ്രീകരിക്കുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. നിങ്ങൾ ഞങ്ങളുടെ ബഡ്ജറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ബഡ്ജറ്റിൽ ഒരു R&D ബഡ്ജറ്റ് ഉണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ R&Dക്ക് മാറ്റിവെക്കുന്ന സ്റ്റേറ്റുകളിലൊന്ന് കേരളമാണ്. ഇനിയും വരേണ്ടതാണ് ഇപ്പോൾ പെർസെൻറ്റേജ് നോക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിഭവശേഷി, മാനവ വിഭവശേഷിയെ ഈ വ്യവസായത്തിലേക്ക് ഉപയോഗിക്കാൻ കഴിയും.